ഇതെന്ന് പറയാമോ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ നമ്മുടെ മിനിസ്റ്ററുടെ PA കാണാൻ വേണ്ടി പോയതാണ്. നീ കാറിൽ പോകത്തുണ്ടായിരുന്നു. ചുമ്മാരിയമ്മ അത് അങ്ങോട്ട് അങ്ങനെ ഞാൻ പോയ വഴിക്ക് ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് അളയവാ പറയട്ടെ ട്രാഫിക് ബ്ലോക്കിൽ വെച്ചിട്ട് ഓട്ടോറിക്ഷ ഇങ്ങനെ ബ്ലോക്ക് നിർത്തിയപ്പോൾ തൊട്ട് ഇപ്പുറ സൈഡിൽ ഒരു കാർ ചീറി പാഞ്ഞു വന്നിരിക്കുന്നു. ഗ്ലാസ് താത്തിട്ട് ഒറ്റ വിളി ആര് ആര് ആരാ ആരാ ഹൈക്കോടതി ജഡ്ജി. അയ്യോ എന്നിട്ട് എന്നോട് പറയും ഇറങ്ങി നമ്മളെ പഴയ കമ്പനിയല്ലേ. പിന്നെ ഞാൻ ചെയ്ത് അത് ഇറങ്ങി നേരെ ആ കാറിൽ കയറി കോടതി പോണ വഴിക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ അളിയൻ്റെ കേസാണ് പറഞ്ഞു തീർന്നത്. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കറക്കി കുത്തി അപ്പോൾ വിളിച്ച് ഉടനെ എൻ്റെ കാര്യങ്ങളൊക്കെ പിൻവലിച്ചില്ലേ. അങ്ങനെ ഓക്കെ ആയില്ലേ. ചക്കരക്കുടം പോലൊരു മരുമോനെയാണല്ലോ നീ എനിക്ക് തന്നത്. അമ്മ 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 ഇതല്ല ഇവന്റെ ഭാഗ്യം. ഇനിയിപ്പോ എന്റെ അളിയനെ ഈ പറഞ്ഞ മാതിരി പട്ടിണിയാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. മക്കളെ പിന്നെ കുടംപുളി വെച്ചാ ആ മത്തി വെച്ചില്ലേ അതും പിന്നെ മരച്ചീനി പിന്നെ വേവിച്ചത് ഇരിപ്പുണ്ട്. വാ വന്ന് കഴിച്ചിട്ട് പോയാൽ മതി. നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോ അതിന് നന്ദി ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനിയെങ്കിലും ഇതുപോലെ 4 ആളുകളോടത്ത് എന്തെങ്കിലും വർത്താനം പറയുമ്പോ ശ്രദ്ധിച്ച് കണ്ടും പറയണം കേട്ടോ. തീർച്ചയായും താളയാ ഒന്നും എടുത്തിട്ടില്ല. മുഴുവനുണ്ടല്ലോ. 10 ഉണ്ട്. ചെലവില്ലല്ലോ. പിന്നെ കോടതി സ്വമേധയാ കേസ് പിൻവലിച്ചാണെന്നും അളി ഇതിനകത്തൊരു പുല്ലും ചെയ്തില്ലെന്ന് ഞാൻ ഓഫീസിൽ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവരോടൊന്നും പറയണം. ഇല്ല അവരങ്ങനെ തന്നെ അറിഞ്ഞതുപോലെ തന്നെ അളി ഓട്ടോ പോകുന്നു, ജഡ്ജിയെ കാണുന്നു, വണ്ടി നിർത്തുന്നു, ക്ലിറ്റോ വിളിക്കുന്നു, അതിനകത്ത് കയറി സംസാരിച്ച് കോടതി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റിൽ ചെയ്തു. കറക്റ്റ് അല്ലേ ഇത്? പിന്നെ ഒരു ജനറൽ നോളജ്, ഹൈക്കോടതി തിരുവനന്തപുരത്തല്ല എറണാകുളത്താണ്. അളിയാ കൊടംപുളി ഇട്ട് പറ്റിച്ച മത്തിയിരിപ്പുണ്ട്, കപ്പയുണ്ട്, കഴിച്ചിട്ട് വാ. എന്ത് വാ സാരല്ല.